ജപമാല ഒരു ക്രൈസ്തവന്റെ പടവാളാണ്. അമ്മ തൻ വിശുദ്ധി നിറയും, അമ്മ തൻ കരുതലേകും വചനമാം തിരുവഴിയെ അണയാമൊന്നു ചേരാം. ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഫീദേൻ ചാനലിൽ സന്തോഷത്തിന്റെ 4ാം ദിവ്യരഹസ്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം. പരിശുദ്ധ കന്യകാ മറിയം സമർപ്പിതരുടെ മാതൃകയാണ്. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ കരങ്ങളിൽ തന്റെ ജീവിതത്തെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് വചനമാവുന്ന ക്രിസ്തുവിനെ ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ അമ്മ ആ ദൈവ പൈതലിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ് 4ാം ദിവ്യരഹസ്യത്തിലൂടെ. സമർപ്പിതരുടെ സമർപ്പിതയാണ് പരിശുദ്ധ അമ്മ. കുടുംബജീവിതക്കാരുടെ മാതൃകയാണ് പരിശുദ്ധ കന്യകാ മറിയം. വേദനിക്കുന്നവരുടെയും പാപികളുടെയും സങ്കേതമാണ് അവിടുന്ന്. പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവനും ജീവിതവും കൊടുത്തവളാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. സർവജനപദത്തിന്റെയും അമ്മയാണ് പരിശുദ്ധ കന്യകാ മറിയം. സർവസമ്പത്തിന്റെയും ഉടമയായ ക്രിസ്തുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ. ദൈവഹിതത്തിനു വേണ്ടി ദൈവ ഇഷ്ടം തന്റെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കുവാൻ. പരിശുദ്ധ അമ്മയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദിവ്യരഹസ്യത്തിലൂടെ നമ്മൾ ക്രിസ്തുവിന്റെ രക്ഷാകര ചരിത്രമാണ് ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ജപമാല ഒരു ക്രൈസ്തവന്റെ പടവാളാണ്. യുദ്ധത്തിന് ഒരുങ്ങുന്ന ഒരു മനുഷ്യന്റെ യുദ്ധ ഉപകരണമാണ് ജപമാല എന്ന് പറയുവാൻ സാധിക്കും. അതെ, നമ്മുടെ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രമാണ് ജപമാല. ഈ ആയുധം എന്നെന്നും നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് ശക്തി സ്രോതസ്സാണ്. എന്റെ ജീവിതത്തിൽ ജപമാലയെന്നും കൂട്ടാണ്. പരിശുദ്ധ അമ്മയുടെ കരവും പിടിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സമർപ്പിത ജീവിതത്തിന്റെ തളർച്ചകളിൽ കുടുംബജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ ജപമാല എന്ന ആയുധം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സഹായവസ്തുവുമായി ഓടിയെത്തും. ജപമാലയിലൂടെ എന്റെ വ്യക്തി ജീവിതത്തിൽ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു കൊച്ചു ജീവിതാനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 1987 മെയ് മാസത്തിൽ എന്റെ അപ്പച്ചൻ രോഗബാധിതനായി ന്യൂമോണിയ ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ ആയിരിക്കുമ്പോൾ വൈദ്യശാസ്ത്രം എന്റെ അപ്പച്ചനെ ഉപേക്ഷിച്ചു. ഇനി ഒന്നും ചെയ്യുവാൻ ഇല്ല എന്ന്. ആ നിമിഷത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ മുട്ടുകൾ മടക്കി കൈവിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് എന്റെ അപ്പൻ
ജീവനിലേക്ക് തിരിച്ചു വന്നു. അതേ പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 36-ാം അധ്യായം 6-ാം തിരുവചനം ഞാൻ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവെ, അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ കരബലം പ്രകടമാക്കി ദൈവത്തിന്റെ കരങ്ങളിലൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം അമ്മ തന്നിട്ടുണ്ട്. അതെ, നമ്മുടെയൊക്കെ സമർപ്പിത ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമ്മൾ തളർന്നു പോകുമ്പോൾ ഈ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കണം. വിശുദ്ധ ജോൺ പോൾ പാപ്പ അമ്മയെ നോക്കി ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. വിശുദ്ധ കൊത്സ്രേസ്യ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു: അമ്മേ, ഞാനാണ് ഭാഗ്യവതി, കാരണം ഇതുപോലുള്ള ഒരമ്മ അമ്മയ്ക്കില്ലല്ലോ എന്ന്. വിശുദ്ധ ബെനഡിക്റ്റ്, അതുപോലെ തന്നെ വിശുദ്ധ വിൻസെന്റ് പോൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുത ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിലേറെ തൽപരയായി പരിശുദ്ധ അമ്മ നമ്മളെ സ്വന്തം മക്കളായി സ്വീകരിക്കും എന്ന്. അതെ, ഈ പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചുകൊണ്ട്, അമ്മയുടെ സ്വന്തമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ജപമാല എന്ന ഭക്തിയിലൂടെ അനുദിനം വളരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ജപമാലക്കൂട്ട് ജപമാലക്കൂട്ട്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നു, ദിനംപ്രതി ജപമാല ചൊല്ലുന്നവർ വഴിതെറ്റി പോവുകയില്ല.